വാർഷിക പൊതുയോഗം വീണ്ടും ഓൺലൈനായി നടത്താനുള്ള കണ്ണൂർ രാജ്യാന്തര വിമാനത്താവള കമ്പനിയുടെ നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി ഓഹരി ഉടമകൾ. പൊതുയോഗം സംബന്ധിച്ച അറിയിപ്പ് ഇത്തവണയും സിപിഎം മുഖപത്രത്തിൽ മാത്രം പ്രസിദ്ധീകരിച്ചതിനെതിരെയും വിമർശനം. കോവിഡ് സാഹചര്യം മാറിയിട്ടും ഓൺലൈൻ യോഗം ചേരുന്നതിനെതിരെ കമ്പനി കാര്യ മന്ത്രാലയത്തിന് പരാതി നൽകാനാണ് ഒരു വിഭാഗം ഓഹരി ഉടമകളുടെ തീരുമാനം. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവള കമ്പനിയുടെ 15ാമത് വാർഷിക പൊതുയോഗമാണ് സെപ്റ്റംബർ 21-ന് വീഡിയോ കോൺഫറൻസ് വഴി നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത്. പൊതുയോഗം സംബന്ധിച്ച അറിയിപ്പ് ഇത്തവണയും കമ്പനി നൽകിയത് സിപിഎം മുഖപത്രത്തിൽ മാത്രം. തപാൽ വഴിയും ഇമെയിലായും അറിയിപ്പ് നൽകിയെന്ന് കിയാൽ പറയുമ്പോഴും പലർക്കും യോഗത്തെക്കുറിച്ച് വിവരമില്ല. കോവിഡ് സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് 11ാമത്തെയും 12ാമത്തെയും വാർഷിക പൊതുയോഗങ്ങൾ 2021 ഡിസംബറിൽ ഓൺലൈനായി ചേർന്നത്. എന്നാൽ ആ സാഹചര്യം മാറിയിട്ടും വാർഷിക പൊതുയോഗങ്ങൾ ഓൺലൈനിൽ തുടരുന്നതിനെതിരെയാണ് ഓഹരി ഉടമകൾ രംഗത്തെത്തിയിട്ടുള്ളത്. വിമാനത്താവളം പ്രവർത്തനം തുടങ്ങിയ ശേഷം 2 തവണ മാത്രമാണ് ഓഹരി ഉടമകളെ നേരിട്ട് പങ്കെടുപ്പിച്ച് യോഗം നടന്നത്. ഓൺലൈൻ യോഗങ്ങൾ പലതും ഏകപക്ഷീയമായി മാറിയതായും ഇവർ പറയുന്നു. ഓൺലൈൻ യോഗം ചേരാനുള്ള കിയാലിന്റെ നടപടിക്കെതിരെ കമ്പനിക്കാര്യ മന്ത്രാലയത്തെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഒരു വിഭാഗം ഓഹരി ഉടമകൾ. ഇപ്പം നിലവിൽ കിയാൽ ഏതാണ്ട് 742 കോടി രൂപയോളം നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. മറ്റു പല വിഷയങ്ങളും അതിനകത്ത് ഷെയർ ഹോൾഡേഴ്സിന് ചോദിക്കാനും പറയാനുണ്ട്. ഈ ചോദിക്കാനുള്ള അവകാശങ്ങൾ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് കേവലം 10-20 മിനിറ്റ് ഓൺലൈൻ മീറ്റിംഗ് നടത്തി ഇതൊരു കാട്ടിക്കൂട്ടാക്കി മാറ്റുകയാണ് എന്നാണ് ഇത് സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. നമ്മളിനി അങ്ങനെ ഷെയർ ഹോൾഡേഴ്സിനെ പൂർണ്ണമായും സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട്, മാനേജിംഗ് ഡയറക്ടർ ദിനേശ് കുമാറിന്റെ ശമ്പള വർധനവിന് അംഗീകാരം നൽകൽ തുടങ്ങിയവയാണ് ഇത്തവണത്തെ വാർഷിക യോഗത്തിൽ അജണ്ടയായി നിശ്ചയിച്ചിട്ടുള്ളത്. മീഡിയ 1 കണ്ണൂർ.